വേനൽക്കാലത്തെ പച്ചപ്പുല്ലിൻ്റെ ദൗർലഭ്യം മറികടക്കുന്നതിനായി പുളിപ്പിച്ച രൂപത്തിൽ വായുരഹിത അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന പച്ചപ്പുൽ തീറ്റയെ സൈലേജ് എന്ന് വിളിക്കുന്നു. ലയിക്കുന്ന അന്നജത്താൽ സമ്പന്നമായതും മാംസ്യം കുറവുള്ളതുമായ കട്ടിയുള്ള തീറ്റപ്പുൽ വിളകളാണ് സൈലേജ് നിർമ്മാണത്തിന് അനുയോജ്യമായത്. വേനൽക്കാലത്ത് തീറ്റപ്പുല്ലിന് ക്ഷാമം നേരിടുമ്പോൾ സൈലേജ് കാലിത്തീറ്റയായി നൽകിക്കൊണ്ട് കറവ പശുക്കളുടെ ഉൽപാദനക്ഷമത നിലനിർത്താൻ സഹായിക്കുന്നു. വായുരഹിത അവസ്ഥയിൽ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ പച്ചപ്പുല്ലിൽ അടങ്ങിയിരിക്കുന്ന ദഹ്യമായ ധാന്യകങ്ങളും അന്നജവും ലാക്റ്റിക് അമ്ലമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇത് ദീർഘകാലത്തേക്ക് പച്ചപ്പുല്ല് സൈലേജായി സൂക്ഷിക്കാൻ സഹായിക്കുന്നു. സൈലേജ് നിർമ്മിക്കുന്നതിനായി ഏകദേശം 60 ദിവസം മൂപ്പെത്തിയ പച്ചപ്പുൽ വിള 60 മുതൽ 65% ജലാംശമുള്ളപ്പോൾ വിളവെടുക്കുക. ജലാംശം കൂടുതലാണെങ്കിൽ 3 മുതൽ 4 മണിക്കൂർ വരെ വിളവെടുത്ത തീറ്റപ്പുല്ല് വെയിലത്ത് ഉണക്കുക. പുല്ലരിയൽ യന്ത്രം ഉപയോഗിച്ച് ഏകദേശം 2 മുതൽ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ചെറു കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത തീറ്റപ്പുല്ല് സൈലേജ് മിശ്രിതവുമായി നന്നായി ഇടകലർത്തി സൈലേജ് ബാഗുകളിൽ ചവിട്ടി നിറയ്ക്കുക. സൈലേജ് മിശ്രിതമായി 3% ശർക്കരപ്പാവ് ചേർക്കാവുന്നതാണ്. ശർക്കരപ്പാവ് ലഭ്യമല്ലെങ്കിൽ 1% മക്കാച്ചോള മാവോ മരച്ചീനി മാവോ ഉപയോഗിക്കാവുന്നതാണ്. സൈലേജ് ബാഗ് നിറച്ചതിന് ശേഷം വായു കടക്കാത്ത രീതിയിൽ നന്നായി മൂടിക്കെട്ടുക. ഇങ്ങനെ തയ്യാറാക്കിയ സൈലേജ് 6 മുതൽ 8 ആഴ്ചകൾക്കുള്ളിൽ കന്നുകാലികൾക്കുള്ള പോഷക സമൃദ്ധമായ തീറ്റയായി പാകമാകും.